കുട്ടികൾ ഭക്ഷണം കഴിക്കണില്ല തീരെ എന്ന് പരാതി പറയും സ്ത്രീകൾ. എന്താ കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണം? അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല എന്നതാണ് കഴിക്കാത്തതിന്റെ കാരണം. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് അതിലുള്ള മനസ്സാണ്. പള്ളിക്കത്തെ മൊഴിക്ക് ചെലവുകൊണ്ടിരുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇല്ലേ? അത് മോലിയർക്ക്, ഞാനും തന്നെ അത് മോലിയർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ എന്തുണ്ട്? മോലിയർക്കാണെന്നുണ്ടെങ്കിൽ ഉള്ളി ഇങ്ങനെ നുറുക്കിയിട്ട് ഉള്ളി ഇങ്ങനെ കഷ്ണാക്കിയിട്ട് ചട്ടിക്ക് ഇടുമ്പോ പഠിച്ചോനെ എന്റെ ഭർത്താവ് വരാനുണ്ടല്ലോ എന്ന് മനസ്സിലുണ്ടെങ്കിൽ ആ ഭക്ഷണത്തെ രുചിയുണ്ടാവും. എന്റെ കുട്ടി സ്കൂളിൽ വരാനുണ്ടല്ലോ എന്ന് തക്കാളി മുറിച്ചിടുമ്പോ മനസ്സിലുണ്ടെങ്കിൽ ആ ഭക്ഷണം കുട്ടി കഴിക്കും. ഭക്ഷണത്തിന്റെ രുചി എന്ന് പറയുന്നത് അതിലെ ചേരുവയല്ല, പിന്നെന്താ? അതിലുള്ള മനസ്സാണ്. അത് പച്ചവെള്ളത്തിന് വരെ ടേസ്റ്റ് ഉണ്ടാവും. ചില ആൾക്കാർ ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എന്തേ കാരണം? മനസ്സാന്നിധ്യമുള്ളവർക്കാണ് ഭക്ഷണത്തിന്റെ രുചി. അത് ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അജിനോമോട്ടോ ചേർക്കേണ്ടി വരും. മനസ്സ് കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അജിനോമോട്ടോ കൂട്ടണം. അപ്പൊ അജിനോമോട്ടോ കൂട്ടിക്കോളും. ആ അജിനോമോട്ടോ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്, അത് കൂട്ടിയാൽ മതി. ഹൃദയ സാന്നിധ്യം വളരെ പ്രധാനമാണ്. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. അത് പഠിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. കോളേജ് കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാൽ കോളേജിന്റെ അടുത്ത് ബാറ്ററി കൂൾ ബാർ ഉണ്ടെങ്കിൽ, സ്കൂളിന്റെ അടുത്തോ കോളേജിന്റെ അടുത്തൊക്കെ ബാറ്ററി കൂൾ ബാർ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ ഷെയർ ചെയ്യാൻ പറ്റും. കുട്ടികൾ സ്കൂൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ സമയത്തോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ പ്ലസ് ടുക്കാരും കോളേജിലൊക്കെ ചെന്നിട്ട് ഒരു ജ്യൂസ് പറയും, ഒരു മാംഗോ ജ്യൂസ്, എന്നിട്ട് 2 സ്ട്രോ പറയും. എന്തെങ്കിലും ഒരാൾ കൂടി നിന്നിട്ട് ഒരാൾ കൂടി നിന്നിട്ട് ഒരാൾ കൂടി നിന്നിട്ടും വയ്ക്കും, ഒരാളെ 2 ജ്യൂസ് പറയാൻ പൈസ ഇല്ലായിട്ടല്ല. അത് പൈസ ഒക്കെ ഉണ്ട്. ഒരു ജ്യൂസ് പറഞ്ഞവർക്ക് 2 പൈസ ഉണ്ട്. ഇതൊന്ന് ഭാര്യ ഭർത്താവും ചെയ്ത് നോക്കണം. ഒരു ജ്യൂസ് എടുത്തിട്ട് 2 പൈപ്പ് ഇടണ്ട, പൈപ്പ് വായയിൽ കൂടെ ഭക്ഷണം ഇറങ്ങാത്തവർക്കുള്ള സംവിധാനം. പൈപ്പ് ഇടണ്ട, ഒരു ഗ്ലാസ് എടുത്തിട്ട് പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി ഓളൊന്ന് കുടിച്ചോട്ടെ. സ്നേഹബന്ധം ഉണ്ടാവില്ലേ നോക്കാലോ. ഭക്ഷണത്തിനാണ് സ്നേഹബന്ധം കിടക്കുന്നത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മാത്തുൽ മുഅ്മിനീനും ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുകയായിരുന്നു പതിവ് എന്ന് ധാരാളം ചരിത്രങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കോറകിടത്തിട്ട് അതിനെ കഴിച്ചു തിന്നതിന് ശേഷം താഴെ വെച്ചാല് റംല ബീവിയും സഫിയ ബീവിയും മൈമൂന ബീവിയും ആ കോറകിടത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു എന്ന് താരീഖിൽ കാണാം. നമ്മൾ എവിടെ തട്ടാത്തത്? തന്നെ സ്നേഹബന്ധം പോയതിന്റെ ഒരു കാരണം അതാണ്, ഷെയറിങ്ങിനാണ്. ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു പാത്രത്തിൽ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിക്കൂടിയും കഴിച്ചാൽ തന്നെയാണ് സ്നേഹബന്ധം ഉണ്ടാവുക. അത് മക്കളും ഹർത്താലിന്റെ അന്നെങ്കിലും ഒരു നാടൻ കോഴി നടത്തുങ്ങാണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? വേറെ അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തരുന്നൊരു സംഭവമാണ് ഹർത്താൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ ഒന്നും കഥ കണ്ടോലില്ല. കാരണം എന്താ? എല്ലാ ദിവസവും പരിപാടിയാണ്. ഹർത്താലിന്റെ അന്ന് നിങ്ങൾ ഒരു ഫോൺ ചെയ്ത് പറയും, സാറേ ഇന്ന് പ്രയാസാണ്, പുസ്തകം വരണ്ടെന്ന് പറയുമ്പോൾ അന്ന് ലീവാണ്. നാടൻ കോഴി നടത്തിട്ട് കുട്ടികളൊപ്പം, ഒരു സ്കൂളുണ്ടാവില്ല, കുട്ടികളൊപ്പം ഇരുന്നിട്ട് അതെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ മക്കളൊപ്പം ഭാര്യയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം. സ്നേഹബന്ധം അതിലൂടെ തന്നെയാണ് പകരുന്നത്. ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ലോണം ശ്രമിക്കണം. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭക്ഷണം ഷെയർ ചെയ്യുക. അത് മക്കളേറ്റവും വാസ്തവത്തിൽ ധാരാളം ആദാബുകൾ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദാബാണ് ഭക്ഷണത്തിന് പറ്റിയത്. അത് മാതാപിതാക്കളിൽ നിന്ന് കണ്ട് തന്നെ പഠിക്കണം. വലുതായതിനു ശേഷം എങ്ങനെ പഠിപ്പിച്ചാലും വച്ചു പുറത്ത് പോകാതെ കഴിക്കാൻ കഴിയില്ല. കയ്യുമ ശേഷം ബാക്കി കൊടുക്കാതെ എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. അത് ചെറുപ്പത്തിൽ വാപ്പാനും ഇമ്മാനെയും കണ്ടിട്ട് തന്നെ പഠിക്കണം. ചാടിയ ഭക്ഷണം എടുത്തു കഴിച്ചാൽ 3 രോഗം അവനുണ്ടാവൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ആളാണ് മുഹമ്മദ് നബി. ജുനൂൻ എന്ന ഭ്രാന്ത്, ജുദാം എന്ന കുഷ്ഠം, ബറസ് എന്ന വെള്ളപ്പാണ്ട്, 3 രോഗവും ചാടിയ ഭക്ഷണം എടുത്ത് കഴിക്കുന്നവനുണ്ടാവൂല എന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മക്കൾ കഴിച്ചാൽ അത് നമ്മൾ കഴിച്ച് ശീലമാക്കണം. അപ്പോഴാ കുട്ടികളെ കഴിക്കുള്ളൂ. ഒരു വിരാന്തുണ്ടാവില്ല.
ഒരിക്കൽ ഭ്രാന്തുണ്ടാവില്ല. ഭ്രാന്തിനുള്ള മെഡിസിനാണ്, മരുന്നാണ് ഒഴിഞ്ഞു ചാടിയ ഭക്ഷണം. ആരെങ്കിലും പറഞ്ഞതല്ല. അതാണ് ഞാൻ അതിന്റെ കൂടെ കണക്ട് ചെയ്തത്. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന മുഹമ്മദ് നബി. പരീക്ഷണം അല്ല, പരീക്ഷിച്ച് നിരീക്ഷിച്ചുണ്ടാക്കിയതിന് 60% റിസൾട്ടാണ്. വഹീന്റെ ഇൽമിന് 100% റിസൾട്ടാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ 60% റിസൾട്ട്, വഹീന്റെ ഇൽമിന് 100% റിസൾട്ട്. എന്താ നമുക്ക് ചെയ്താൽ ചെയ്യൂല. അതുകൊണ്ട് ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എല്ലാം വീട്ടിൽ പഠിക്കണം. അങ്ങാടിയിൽ നിന്ന് ഒരാൾ വീട്ടിലേക്ക് പോകുമ്പോ പിശാച് അവന്റെ കൂടെ പോരുമെന്നാണ്. ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം തെറ്റിക്കലാണ്. എന്ന രാത്രി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മക്കളുടെ യോഗം വിളിക്കുന്ന, എല്ലാ ദിവസവും രാത്രി യോഗം വിളിക്കും. കുട്ടിയോട് ചോദിക്കും, മക്കളെ മോനെ ഈ എവിടേക്ക് എന്ന് പോയിരുന്നത് ചോദിക്കും. അപ്പോ ഒന്നാമൻ പറയും, ഞാന് സജീവമാണ്. കുടുംബം ഭക്ഷണം ഉണ്ടാക്കുക, കുടുംബം കുളം തോണ്ടുക, അതിലിടപെടുക, ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കുക, മക്കളെയും വാപ്പാനെയും തെറ്റിക്കുക. നിസ്സാര കാര്യം. നമ്മക്കൊരു 3 സെന്റ് സ്ഥലം ഉണ്ടാവും, ചെറിയൊരു കരയുണ്ടാവും. അപ്പൊ തന്നെ തറവാട് പറഞ്ഞ വാപ്പാക്കും ഉമ്മാക്കും ഇല്ലാത്ത കുറ്റമൊന്നും ഉണ്ടാവില്ല. പരിശുദ്ധ ഖുർആനിൽ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുന്നു. സൂറത്തുൽ ലുഖ്മാൻ. ആരാ ലുഖ്മാൻ എന്നറിയുന്നത്? സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ലുഖ്മാൻ നല്ലോണം എന്നും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മാട് ചോദിക്കും, ഉമ്മ ഞാൻ വരുമ്പോ നിങ്ങൾക്ക് എന്താ കൊണ്ടേ? ഉമ്മ എന്തേലൊക്കെ പറയും, കൊടുന്നൊടുക്കും ചെയ്യും. ഉമ്മാക്ക് പ്രായമായി. ഒരു ദിവസം ലുഖ്മാൻ വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മാട് ചോദിച്ചു, ഉമ്മ ഞാൻ നിങ്ങൾക്ക് എന്താ കൊണ്ടേ? ചോദിച്ചോ പറഞ്ഞു, മോനെ ഇന്ന് മോൻ വരുമ്പോ സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുപോവാ. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ ഉമ്മ അന്ന് ഞാൻ പോണില്ല, ഇന്ന് പോണില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തെന്ന് നിങ്ങള്? ഉമ്മാന്റെ കാലിന്റെ ഒട്ടുന്ന ഒരു പിടി മണ്ണ് എടുത്തിട്ട് കൊടുത്തു. ഇതാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടാണ് സ്വർഗമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എത്ര പേർക്ക് ഈമാനാണ്? അറിഞ്ഞതൊരു കാര്യമില്ലല്ലോ, അത് ഈമാനാവണ്ടേ നമുക്ക്? ഉമ്മാന്റെ കാലിന്റെ ചോട്ടാണ് സ്വർഗം എന്ന് എത്ര പേർക്ക് ഈമാനാണ്? വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണെന്ന് മുത്തുനബി. അൽ വാലിദു ഔസത്ത് അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലെ വാതിലാണ് പിതാവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നമ്മളിൽ എത്ര പേർക്ക് ഈമാനുണ്ട് സ്വർഗത്തിലെ നടുക്കത്തെ വാതിലാണ് വാപ്പ എന്നുള്ളത്? കാബയിലേക്ക് വെറുതെ നോക്കിയാൽ കൂലിയാണ്, സംസം വെള്ളത്തിലേക്ക് വെറുതെ നോക്കിയാൽ കൂലിയാണ്, മുസ്ഹബിലേക്ക് വെറുതെ നോക്കിയാൽ കൂലിയാണ്, ഉമ്മാന്റെ മുഖത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിയാണ്, വാപ്പാന്റെ മുഖത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിയാണ്. ഒരു പണിയില്ലെങ്കിലും വാപ്പാന്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് മുഖത്ത് നോക്കിയിട്ട് അള്ളാഹു കൂലി തരാം എന്ന് പറഞ്ഞിരിക്കുന്നു. പറഞ്ഞാൽ തരാത്ത ഒരാള് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും സംശയിക്കേണ്ട കാര്യമുള്ളൂ. പറഞ്ഞാൽ തരും, തരാൻ മാത്രം ഉണ്ട്. അങ്ങനത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് പറഞ്ഞത്, വാപ്പാന്റെ മുഖത്തേക്ക് വെറുതെ നോക്കിയാൽ ഞാൻ കൂലി തരാം എന്ന്. ഉമ്മാന്റെ കാലിന്റെ ഒട്ടുന്ന മണ്ണെടുത്തു കൊടുത്ത മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. വാപ്പാനെയും ഉമ്മാനെയും നോക്കുന്നവർക്കാണ് മക്കളെ ഉപദേശിക്കാൻ യോഗ്യതയുള്ളത് എന്നാണ് ലുഖ്മാന്റെ പറഞ്ഞത്. ഞമ്മക്ക് 3 സെന്റ് സ്ഥലവുമായി ചെറിയൊരു കൂടപ്പര ഉണ്ടാകുമ്പോതിന് തറവാടിന്റെ കുറ്റം ഞാൻ മക്കളോട് ഇരുന്ന് പറയലല്ല. ഓന് മക്കളെ ഉപദേശിക്കാൻ യോഗ്യതയില്ല. മക്കളെ ഉപദേശിക്കാൻ ഓന് യോഗ്യതയില്ല. മക്കളെ ഉപദേശിക്കാൻ ഒരാൾക്കുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഓന്റെ വാപ്പായും ഉമ്മാനെയും നോക്കിയിരിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങളെ ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. അവരും അവരുടെ ഭാര്യമാരും സ്വർഗത്തിൽ അലൽ അറായിക്ക് കട്ടിലുമേ മുത്തക്കിവൻ ചാരിയിരിക്കുകയാണ്. എന്താ അറായിക്ക്? അരീക്കത്തിന്റെ ജമ്മാണ് അറായിക്ക്. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലാണ്, സാധാരണ കട്ടിലല്ല. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലാണ്, അലങ്കരിച്ച കട്ടിലാണ് അരീക്കത്ത്. ദുന്യാവിലെ ഏത് മണിയറയിലത്തെ കട്ടിലാണെങ്കിലും നേരം വെളുക്കുമ്പോൾ മുല്ലപ്പൂ അടിയും, ഇല്ലേ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂ ഇടേണ്ടി വരും.
പക്ഷെ സ്വർഗത്തിലെ കട്ടിലിൽ വിരിച്ചിട്ടുള്ള മുല്ലപ്പൂവ് ഓരോ സെക്കൻഡിലും മാറ്റിക്കൊണ്ടു, അത് വാടൂല. സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും ഓരോ കട്ടിലുണ്ടായിരിക്കും. ഒരാളെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുമ്പോഴേക്ക്, ശരിക്കും ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട്, നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, ഏതെങ്കിലും ഒരാളെ കാണാൻ എന്ന് ആഗ്രഹിക്കുമ്പോഴേക്ക് അയാളും അയാളുടെ കട്ടിലും കൂടി ഒരുമിച്ച് ഇങ്ങനെ കാറ്റിൽ യാത്ര ചെയ്തു വരും. നോക്കുമ്പോൾ ആ കട്ടിലിൽ അയാളുടെ ഭാര്യയും ഉണ്ടായിരിക്കും, കുടുംബസമേതമാണ് യാത്ര. ഇതിനാണ് കല്യാണം. സ്വർഗത്തിൽ യാത്ര ചെയ്യണം. സ്വർഗത്തിൽ ഏറ്റവും ദരജ കുറഞ്ഞ ഒരാൾ യാത്ര ചെയ്യാൻ പുറത്തിറങ്ങിയാൽ 1,00,000 ഹാദിമുകൾ അവൻ അനുഗമിക്കാനുണ്ടാകുമെന്ന് മുഹമ്മദ് നബി. 1,00,000 ഹാദിമ്യങ്ങൾ അവന്റെ പിന്നാലെ ഉണ്ടാവും. ആ ഹാദിമ്യങ്ങളോടൊപ്പം കാറ്റിൽ ഭാര്യ സമേതം ഇങ്ങനെ യാത്ര ചെയ്യും. അതാണ് അരീക്കത്ത്. അറായിക്ക് മുത്തക്കിയും സാരിക്കുകയാണ്. അവർക്കതിൽ പഴങ്ങളുണ്ട്, അവർ ഓർഡർ ചെയ്യുന്ന മറ്റു വസ്തുക്കളുണ്ട്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. റബ്ബുർ റഹീമായ അല്ലാഹുവിൽ നിന്ന് രക്ഷയുടെ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു സഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗ്ഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു. അഫിൽ ജന്നതി സമാഉൻ യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബു സമാ. നബിയെ, സ്വർഗ്ഗത്തിൽ പാട്ടുണ്ടോ? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫിൽ ജന്നതി സമാ, സ്വർഗ്ഗത്തിൽ പാട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ പാട്ട് കേൾക്കുമ്പോൾ പിന്നെ അവിടെ പാട്ടുണ്ട്. ൂറും മിരിപ്പുണ്ട്, താരാട്ടുപാടാൻ തൊഴികൾ വരവുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. പൂർലിങ്ങളാണ് എന്താ പെണ്ണേക്കാം? മറുപടി പറയണ്ട, മനസ്സ് പറഞ്ഞാൽ മതി. പൂർലിങ്ങളാണ് എന്താ പെണ്ണേക്കാം? മനസ്സ് പറഞ്ഞാൽ മതി. ആണെന്ന് പറയാനാണ് നമുക്ക് എല്ലാവർക്കും തോന്നുക, പക്ഷേ അങ്ങനെ എവിടെ പറഞ്ഞിട്ടില്ല. പൂർലിങ്ങളാണ് എന്താന്ന് എവിടെ പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങൾക്കും ഉണ്ട് പൂർലിങ്ങൾ. ഓർക്കും പാട്ട് വേണ്ടേ, ഓർക്കും കൈകെട്ടി കൊടുക്കണ്ടേ? അത് പിന്നാരാ? കുട്ടികളും ഉണ്ടാവും. പെണ്ണുങ്ങൾ മാത്രമല്ല, സ്വർഗത്തിലേക്ക് മാത്രമുള്ള കുട്ടികളുണ്ട്, പെണ്ണുങ്ങളുണ്ട് പൂർലിങ്ങൾ. ഓർക്കും പാട്ടുണ്ട്, ഓർക്കും പാട്ടുപടി കൊടുക്കാൻ ആളുണ്ട്. അങ്ങനെ നമുക്ക് മാത്രമാണെന്ന് കരുതിയിരിക്കും വേണ്ട. സ്വർഗത്തിലെ എല്ലാ സൗകര്യങ്ങളും. അപ്പൊ സ്വർഗത്തിലേക്ക് വേണ്ടിയാണ് അല്ലാഹു വിവാഹ ജീവിതം സംവിധാനം. ഇത് ഇവിടെ തുടക്കാണ്, അവിടുന്നാണ് അവസാനം.